നമസ്കാരം. ഇതാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഇന്ത്യൻ വിസ്കികളുടെ ഒരു കളക്ഷൻ. ഇതൊന്നുമല്ല സ്കോച്ചിനെയും ഐറിഷിനെയും ജാപ്പനീസിനെയും അമേരിക്കൻ ബർബന്റെ ഒക്കെ ഒപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ അതിനെക്കാളും മുകളിൽ നിൽക്കുന്ന അടിപൊളി ഇന്ത്യൻ വിസ്കികൾ വേറെ ഉണ്ട്. ഇതിന്റെയൊക്കെ തുടക്കം എന്ന് പറയുന്നത് US മാർക്കറ്റിൽ അമൃത് ഇറങ്ങിയതാണ്. പക്ഷേ ടേണിംഗ് പോയിന്റ് ആയത് 2010 ജിം മുറയുടെ വിസ്കി ബൈബിളിനകത്ത് അമൃത് ഫ്യൂഷന് 97 പോയിന്റും വേൾഡ് വിസ്കിയിൽ 3ാം സ്ഥാനവും. ഇത് കേട്ടിട്ട് ഇതിപ്പോഴും കാണുണ്ടായ കമ്പനിയെന്ന് വിചാരിച്ചേക്കല്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് തൊട്ട് പറയെ 1948 JN രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ആള് ബാംഗ്ലൂരും തുടങ്ങിയ കമ്പനിയാണ് അമൃത് ഡിസ്റ്റിലറി. അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ സ്പിരിറ്റുകൾ ഒരുപാട് അവാർഡൊക്കെ വാങ്ങിച്ചു. അവാർഡ് മാത്രമല്ല, സെയിൽസ് എടുത്ത് നോക്കുകയാണെങ്കിൽ പല പേര് കേട്ട കൊമ്പൻ വിസ്കികളെക്കാട്ടിലും സെയിൽ നമ്മുടെ ടീംസിനാണുള്ളത്. 2013 അമൃത് ഇന്ത്യൻ ശർക്കരയും കരീബിയൻ മൊലാസൂരെ കൂട്ടിയിട്ട് റം ഇറക്കി, 2 ഇൻഡീസ് റം. ഇന്നത്തെ കഥ അതല്ല. അവരുടെ 75ാമത്തെ വാർഷികം പ്രമാണിച്ച് അവരൊരു പുതിയ റം ഇറക്കിയിട്ടുണ്ട്. 100% ശർക്കരയിൽ നിന്നുണ്ടാക്കിയ ബെല്ല. അമൃതിന്റെ പരീക്ഷണങ്ങളൊന്നും അങ്ങനെ പാളിപ്പോയിട്ടില്ല. അപ്പൊ ഇവനും ഒരു വൻ സക്സസ് ആകുമെന്ന് വിചാരിക്കാം. ഇത് ഇപ്പം ബാംഗ്ലൂരും US മാത്രമേ ഉള്ളൂ. ബാംഗ്ലൂർ ഇതിന്റെ വില 3500 രൂപ, ഇവിടെ ഒരു $90 ആവും. ഇനി നമ്മുടെ ഇന്ത്യൻ മച്ചാന്മാർക്ക് അടുത്ത് ബ്രാൻഡിലോട്ട് കയറാൻ തോന്നട്ടെ. കോണിയാക്കിനെ വെല്ലുന്ന അടിപൊളി ബ്രാൻഡ് ഉണ്ടാക്കട്ടെ. നമുക്ക് കാത്തിരിക്കാം. ഇതിന്റെ വിശേഷം അടുത്ത വീഡിയോ പറയാം. അതുവരെ cheers.